ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ എക്സ്റ്ററിൻ്റെ HS6 വേരിയൻറ്റ്, ഇത് വെന്യൂൻ്റെ HX5 വേരിയൻറ്റ്. ഈ രണ്ട് വാഹനങ്ങളുടെയും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റുകളാണിത്. ഈ രണ്ട് വാഹനങ്ങളുടെയും ഈ വേരിയൻറ്റുകൾ തമ്മിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ഈ 1 ലക്ഷം രൂപ അഡീഷണലി മുടക്കി വെന്യൂൻ്റെ HX5 എടുക്കണോ അതോ എക്സ്റ്ററിൻ്റെ HS6 വേരിയൻ്റ് ആണോ നല്ലത്? എക്സ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് ഹ്യൂണ്ടായുടെ ട്രൈഡോൺ ഡസ്റ്റാർട്ടുള്ള 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. വെന്യൂവിൽ നമുക്ക് സെയിം എഞ്ചിനുള്ള വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ വെന്യൂവിലേക്ക് വരുമ്പോൾ എക്സ്റ്ററിനേക്കാളും ഏകദേശം 1 ലക്ഷം രൂപ അഡീഷണലി കൊടുത്താലാണ് നമുക്ക് ആ സെയിം എഞ്ചിനുള്ള ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് വരുന്ന വേരിയൻറ്റുകൾ ലഭിക്കുക. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിൽക്കുന്ന വേരിയൻറ്റുകൾ ഏതാണ്, അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എക്സ്റ്ററിനേക്കാളും അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് വെന്യൂ വാങ്ങുന്നതിൽ വാല്യൂ ഉണ്ടോ, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വെന്യൂ വേഴ്സസ് എക്സ്റ്റർ, ഈ വാഹനങ്ങൾ കമ്പാരിസൺ ചെയ്യാനുള്ള റീസൺ ഈ രണ്ട് വാഹനങ്ങളിലും 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ വെന്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. എക്സ്റ്ററിൽ നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഇപ്പോൾ എക്സ്റ്റർ നോക്കുന്ന ഒരാൾക്ക് കുറച്ച് പൈസയും കൂടിയും കൂടുതൽ ആഡ് ഓൺ ചെയ്ത് വെന്യൂ നോക്കണോ അല്ലെങ്കിൽ വെന്യൂ എടുക്കണോ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും വാല്യൂ ഫോർ മണി വേരിയൻറ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്ററിൻ്റെ HS6ഉം വെന്യൂവിൻ്റെ HX5ഉം. വെന്യൂവിൻ്റെ HX5 ആണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. കാരണം ഈ വേരിയൻറ്റിലാണ് നമുക്ക് 1.2 പെട്രോൾ എഞ്ചിൻ ഉണ്ട്, 1 ലിറ്റർ ടർബോ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഡീസലിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോളിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്നൊരു വേരിയൻ്റാണ് ഈ HS6 വേരിയൻറ്റ്. ഈ രണ്ട് വാഹനങ്ങളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ നോട്ടത്തിൽ വെന്യൂ തന്നെയാണ് അത്യാവശ്യം റോഡ് പ്രസൻസ് തരുന്നത്. വലിയ വാഹനമായിട്ടും വെന്യൂ നമുക്ക് ഫീൽ ചെയ്യും. വെന്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ എവിടേക്കോ നമുക്ക് എക്സ്റ്ററിൻ്റെ ഒരു ചായ തരുന്നുണ്ട്. പഴയ എക്സ്റ്ററിൻ്റെ ഇപ്പോൾ എക്സ്റ്റർ മീൻസ് റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ എക്സ്റ്ററിന് വേറൊരു ലുക്കാണ് തരുന്നത്. ലോങ്ങിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 100% വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് നമുക്ക് വെന്യൂ ഫീൽ ചെയ്യും. ഇനി വെന്യൂവിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് തരുന്നത്. ഇപ്പോൾ ഇത് ടോപ്പ് എൻഡിൻ്റെ ലുക്കിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് റൂഫ് റെയിൽസും കൂടി അഡീഷണൽ ചെയ്താൽ മതിയാകും. ഇപ്പോൾ HX5+ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിലൊക്കെ തരുന്ന LED ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വെന്യൂവിൻ്റെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള DRL കാണാം. പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു സിൽവർ ഫിനിഷിൽ ബമ്പർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 190 mm ആണ് വെന്യൂവിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഈ ഗ്രില്ല് കാര്യങ്ങൾ എല്ലാ വേരിയൻറ്റുകളിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റീഡിസൈൻ ചെയ്തൊരു ഫ്രണ്ട് ബമ്പർ തന്നെയാണ് പുതിയതായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ലെറ്ററിങ്ങും പഴയ എക്സ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റം അതാണ്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് വെന്യൂവിൽ കണ്ട സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ എക്സ്റ്ററിലെ സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് വെന്യൂവിൽ കൊടുത്തിരിക്കുന്നത്. പ്രൊജക്റ്റഡ് ഹാലജനാണ്. ഫ്രണ്ട് ടോപ്പിൽ നമുക്ക് ആ H ഷേപ്പിൽ DRL കാണാം. അകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ടിലെ പോർഷൻസ് എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് നമുക്ക് വെന്യൂ ആണ് ഫീൽ ചെയ്യുക. രണ്ട് വാഹനത്തിലും LED ആയിട്ട് DRL മാത്രമേ വരുന്നുള്ളൂ. ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ രണ്ട് വാഹനങ്ങളുടെ ഓവറോൾ സൈസ് നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും അണ്ടർ സബ് 4 മീറ്റർ ആണ്. വെന്യൂ നമുക്ക് 3995 mm ആണ്. എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്റർ 3815 mm വരുന്നുള്ളൂ. വീൽ ബേസ് ആണ് എക്സ്റ്ററിൽ 2450. വെന്യൂവിലേക്ക് വരുമ്പോൾ വെന്യൂ അവിടെയാണ് സ്കോർ ചെയ്യുന്നത്. 2520 mm ആണ് വെന്യൂവിൻ്റെ വീൽ ബേസ്. പഴയ വെന്യൂവിനേക്കാളും 20 mm വീൽ ബേസ് ഇപ്പോൾ ഈ വെന്യൂവിൽ കൂടുതൽ വരുന്നുണ്ട്. വിത്ത് ആണെങ്കിൽ എക്സ്റ്റർ 1710 വെന്യൂ 1800. ആ 90 mm വിത്ത് നമുക്ക് ശരിക്കും വ്യക്തമാവുന്നുണ്ട്. ഹൈറ്റ് ആണെങ്കിൽ 1631 എക്സ്റ്ററിനും 1665 നമ്മളുടെ വെന്യൂവിന് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഈ രണ്ട് വാഹനങ്ങളുടെ ലുക്ക് സബ്ജക്റ്റ് ടു പേഴ്സൺ ആണ്. കാര്യം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിലേക്ക് വന്നാൽ വെന്യൂവിൽ 16 ഇഞ്ച് വീൽസാണ് ഈ ഡീസൽ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. പക്ഷേ ഈ സെയിം HX5 തന്നെ നമുക്ക് പെട്രോൾ വരുന്നുണ്ട്. പെട്രോളിൽ 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതിൽ അലോയ്സിൻ്റെ ലുക്കൊക്കെ തരുന്ന ഒരു വീൽ കപ്പ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. എക്സ്റ്ററിലേക്ക് വന്നാൽ എക്സ്റ്ററിൽ നമുക്ക് 15 ഇഞ്ച് വീൽസാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. പക്ഷേ ടയർ സൈസിൽ വ്യത്യാസമുണ്ട്. ഇത് നമുക്ക്
175 mm ടയറുകളാണ് വരുന്നത്. നമുക്ക് അലോയ്സ് പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്കൊരു സിൽവർ ലൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ HS6 വേരിയൻ്റായിട്ടാണ് വരുന്നത്. പക്ഷേ വെന്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ വശങ്ങളിലാണ് ക്ലാഡിങ് പോകുന്നത്. നമുക്ക് മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് വാഹനങ്ങളിലും കൊടുത്തിട്ടുണ്ട്. വെന്യൂവിൻ്റെ HX5 വേരിയൻറ്റിൽ നമുക്ക് 1.2 പെട്രോൾ എഞ്ചിൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് സെൻസറും പുഷ് ബട്ടൺ സ്റ്റാർട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ഡീസൽ ആയതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. ടോപ്പിൽ സൺറൂഫ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. എക്സ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രയിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. നമുക്ക് HS6 വേരിയൻ്റ് കൊടുത്തിട്ടൊരു റൂഫ് റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ ഷാർഫിൻ്റെ ആൻറ്റിന കാണാം. HS6 വേരിയൻറ്റിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസറും പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഫീച്ചറും ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളുടെയും ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയ എക്സ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രൻ്റെ HS6 വേരിയൻറ്റിൽ നമുക്ക് ബാക്കിൽ വൈപ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഡീഫോറുള്ള ഗ്ലാസ്സുകളാണ്. ബാക്കിലേക്ക് നമുക്കൊരു സ്പോയിലർ കാണാം. അതൊരു സ്പോട്ടി ലുക്കിംഗ് സ്പോയിലർ എന്നൊക്കെ പറയാം. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ടെയിൽ ലൈറ്റ് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് ഹാലജനായിട്ട് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് വരുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിൽ പുതിയൊരു ബമ്പറിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. 2 പാർക്കിംഗ് സെൻസേഴ്സാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെന്യൂവിലേക്ക് വന്നു കഴിഞ്ഞാലും വെന്യൂവിൻ്റെ HX5 വേരിയൻറ്റിൽ നമുക്ക് ബാക്കിൽ വൈപ്പർ കാണാനായിട്ട് പറ്റില്ല. HX5+ലാണ് നമുക്ക് വൈപ്പർ തുടങ്ങുന്നത്. മറ്റ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം ബാക്കിൽ നമുക്ക് ഒരു സ്പോയിലർ ഡിസൈൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അതിൻ്റെ നടുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ടോപ്പ് വേരിയൻറ്റിലാണ് വരുന്നത്. അത് LED ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈ വേരിയൻറ്റിൽ LED ടെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റും അതിനകത്ത് LED ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് വെന്യൂവിൽ വരുന്നത്. റിവേഴ്സ് ക്യാമറ വെന്യൂവിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെന്യൂവിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഈ രണ്ട് വാഹനങ്ങളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടം വെന്യൂ ആണ്. കാര്യം അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഹനമായിട്ട് തന്നെ വെന്യൂ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെന്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വെന്യൂവിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 375 ലിറ്ററാണ് വെന്യൂവിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ്. ബാക്കിൽ നമുക്ക് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ 195/65/15 ആണ് സ്പെയർ വീല് വരുന്നത്. അതായത് 1.2 പെട്രോൾ എഞ്ചിനിൽ വരുന്ന ടയറുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം നിങ്ങൾ എടുക്കുന്നത് HX5 1.2 ആണെങ്കിൽ സെയിം ടയറുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇതിപ്പോൾ ഒരു ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് എക്സ്റ്ററിലേക്ക് നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എക്സ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്റ്ററിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. റിക്വസ്റ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്ററിന് പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് 391 ലിറ്ററാണ്. അതായത് വലിയ വെന്യൂവിനേക്കാളും കൂടുതൽ ബൂട്ട് സ്പേസ് നമുക്ക് ചെറിയ എക്സ്റ്ററിൽ ലഭിക്കുന്നു. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിരിക്കുന്നു. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് വരുന്നത്. സ്പെയർ വീല് ബേസ് വേരിയൻറ്റിൽ വരുന്ന 165/70/14 ആ വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും രണ്ട് വാഹനങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സിൻ്റെ മാറ്റങ്ങളൊന്ന് നോക്കാം. നമുക്ക് വെന്യൂന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വെന്യൂവിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷ് എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. സോഫ്റ്റ് ടച്ച് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. 4 പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ലോക്ക് ആൻഡ് അൺലോക്ക്, ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വെന്യൂവിൻ്റെ കീ. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ നോർമൽ കീ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വശങ്ങളിലായിട്ട് ട്രാക്ഷൻ കൺട്രോളും ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. AC വെൻസ് ഡ്യൂട്ടിയെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. വെന്യൂ HX5 വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ ടോപ്പ് എൻഡ് വരെ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം സിമിലറാണ്. ഈ കൊടുത്തിരിക്കുന്ന 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും സിമിലർ ആയിട്ട് HS6 വേരിയൻറ്റിൽ വരുന്നു. HX8 വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് ഇവിടെയും ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരിക. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് നമുക്ക് അകത്ത് കയറിയിരിക്കുമ്പോൾ
വെന്യൂ ഫീൽ ചെയ്യും. നമ്മൾ കുറച്ചും കൂടി ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് വെന്യൂവിൽ ഇരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ പുതിയ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. താഴത്തെ പോർഷൻസിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. വലതുവശത്താണ് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. എനിക്ക് തോന്നുന്നു 1.2 പെട്രോൾ എഞ്ചിനിൽ ക്രൂസ് കൺട്രോൾ വരുന്നില്ല. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുക്കുന്ന അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കി ആ സെൻട്രൽ സ്ക്രീനിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം കോമൺ ആയിട്ട് വരുന്ന ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, എത്ര കിലോമീറ്റർ ഓടി, അങ്ങനത്തെ ഇൻഫർമേഷൻസാണ് വരുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ 10.25 ഇഞ്ചിൻ്റെ നല്ല സ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യുന്ന രീതിയിലാണത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതിനകത്തൊരു നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് അല്ല, മാനുവൽ ഗൈഡ് ലൈൻസ് ആണ്. അതിൽ നമുക്ക് താഴത്തെ പോർഷനൊക്കെ സൂം ചെയ്ത് കാണാനായിട്ടുള്ളൊരു അഡീഷണൽ ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി വൈഡായിട്ട് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ടുള്ളൊരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ല, നമുക്ക് പാർക്കിംഗ് സെൻസറും കൂടിയും കാണണമെങ്കിൽ പാർക്കിംഗ് സെൻസറിൻ്റെ ഫംഗ്ഷനും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. താഴെയായിട്ട് നമുക്ക് AC വെൻസ് കാണാം. അതിന് ചുറ്റിലും ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻ നമുക്കൊരു വൈറ്റ് ഫിനിഷിൽ വെന്യൂവിൻ്റെ ലെറ്ററിങ് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ AC വരുന്നില്ല. അത് HS6 വേരിയൻ്റോട്ടാണ് വരുന്നത്. അതിന് താഴേക്ക് വന്നാൽ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് USB Type-C പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് ചാർജിങ് പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നു, ഒന്ന് മറ്റേ മൾട്ടി ഫംഗ്ഷനിലായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് അഡീഷണൽ വേറെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇത് 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവറാണ് കാണാം. നമുക്ക് 1.2ലേക്ക് വന്നാൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ റിവേഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സ് ക്യാമറയും പാർക്കിംഗ് സെൻസറും ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ ഇവിടെയെല്ലാം കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് AC വെൻസ് കാണാനായിട്ട് പറ്റും. നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫാബ്രിക് സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ഡാറ്റയുടെ ഗ്രാഫ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ സൺവൈസസ് വിത്ത് മിറർ വരുന്നില്ല. നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. അത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു സിംഗിൾ ഡൺ സൺ റൂഫും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വെന്യൂവിൻ്റെ ഇൻറ്റീരിയർ. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ട് ഗ്ലോ ബോക്സ് ആണ്. കോൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വെന്യൂ HX5 വേരിയൻറ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് തരുന്ന ഒരു വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെന്യൂവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ഉയർന്ന ഒരു ഡ്രൈവിംഗ് പൊസിഷൻ തന്നെയാണ്. സീറ്റെല്ലാം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനും ബോണറ്റെല്ലാം കണ്ട് സുഖമായിട്ട് നമുക്ക് ഒരു SUV ഫീൽ ശരിക്കും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇനി എക്സ്റ്ററിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എക്സ്റ്റർ ഈ വേരിയൻറ്റിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ പുതിയൊരു കളർ ടോണാണ് ഇൻറ്റീരിയർ വരുന്നത്. ഒരു നേവി ബ്ലൂ ആൻഡ് ഒരു ഗ്രേ ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഡോർ പാഡിൽ നമുക്ക് സെയിം നേവി ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ ലെതർ ഫിനിഷാണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. ഇതാണ് കീ വരുന്നത്. ഹ്യുണ്ടായുടെ ഒരു പ്രീമിയം വാഹനങ്ങളിലൊക്കെ കാണുന്ന സെയിം കീ തന്നെ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കീ കാണാം. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എക്സ്റ്ററിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാർ ലൈക്ക് ഫീലാണ് ലഭിക്കുന്നത്. ഇപ്പോൾ വെന്യൂവിൽ നിന്ന് നമ്മൾ എക്സ്റ്ററിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി താഴ്ന്നിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ സീറ്റൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെന്യൂവിൻ്റെ അത്രയും ഒരു കമാൻഡിങ് പൊസിഷൻ അല്ലെങ്കിൽ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ എക്സ്റ്ററിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ലേഔട്ട് നോക്കുകയാണെങ്കിൽ HX3 വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലേഔട്ടാണ്. ഇനി ഫീച്ചേഴ്സ് സ്റ്റിയറിംഗ് നമുക്ക് പുതിയൊരു സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. 4 സ്പോക്കാണ്. താഴെ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ കാണാം. ഇതിനകത്ത് ഇടതുവശത്താണ് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തും വരുന്നുണ്ട്. ഇത് AMT ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ HX6 മാനുവൽ വേരിയൻറ്റിൽ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. പഴയ എക്സ്റ്ററിൽ കണ്ട സെയിം തന്നെയാണ്, അല്ലെങ്കിൽ പഴയ വെന്യൂവിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്ന അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് വെന്യൂവിൽ കണ്ട പോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻ
നമുക്ക് അറിയാനായിട്ട് പറ്റും. TPMS ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. വെന്യൂല് 10.25 ഇഞ്ചായിരുന്നു. ഇത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അത്യാവശ്യം ടച്ച് റെസ്പോൺസൊക്കെ ഉള്ള ഒരു സ്ക്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇതിലും ഫാർ ബെറ്റർ ആയിട്ടുള്ള സ്ക്രീനാണ് നമ്മുടെ വെന്യൂല് ഹ്യൂണ്ടായി കൊടുത്തിരിക്കുന്നത്. നമുക്ക് വശങ്ങളിലെല്ലാം അതിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് കാണാം. അതിന് താഴെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. അടുക്കായിട്ടാണ് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ വരുന്നത്. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, വെന്യൂല് വരുന്നില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു Type-C ചാർജിങ് പോർട്ട്, ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. AMT ഗിയർ ലിവർ കാണാം. ഇനി നമുക്ക് റിവേഴ്സ് ഇടുകയാണ് എങ്കിൽ ഇതിന് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. ക്യാമറയിൽ വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് റിവേഴ്സ് ക്യാമറ കാണാം, അത് ഫുൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിലും ബെറ്റർ ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ് നമുക്ക് വെന്യൂല് ഹ്യൂണ്ടായി കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഡ്രൈവർ സൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ആംബ്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ക്വാർട്ടർ റിവേഴ്സുകൾ, സൺവൈസസ് വിത്ത് മിറർ ഇതിനകത്ത് വരുന്നുണ്ട്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs തന്നെയാണ്. അഡീഷണലി നമുക്കൊരു ഡാഷ് ക്യാം ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. നമുക്കൊരു സിംഗിൾ റിൻ സൺറൂഫ് കാര്യങ്ങൾ ഇതിനകത്തും വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടൊരു ഗ്ലോ ബോക്സും കാണാം. അതിൽ കൂടുതൽ ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. പിന്നെ ഒരു കാർ ലൈക്ക് ഫീലാണ് കുറച്ചും കൂടി നമുക്ക് ലഭിക്കുക, ഒരു SUV ഫീലിനേക്കാളും. അത് എസ്പെഷ്യലി എനിക്ക് കാരണം തോന്നുന്നു നമ്മുടെ i10 ഗ്രാൻഡ് i10 EOSൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഡിസൈനാണ് ഇതിൽ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു കാർ ലൈക്ക് ഫീൽ തരുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റും. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ബാക്കിൽ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. ഒരു 27 വാട്ട്സിൻ്റെ Type-C ചാർജിങ് പോർട്ടുകൾ കാണാം. ബാക്കിൽ 2 പേർക്ക് കംഫർട്ടായിട്ടിരുന്ന 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന യാത്ര ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. ബാക്കിലേക്ക് നിങ്ങൾക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ മൗണ്ടായിട്ട് റീഡിംഗ് ലൈറ്റും വരുന്നുണ്ട്. ബാക്കിലേക്ക് പാർസൽ ട്രേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെന്യൂവിലേക്ക് വന്നാൽ വെന്യൂവിൻ്റെ ബാക്ക് ഡോർ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് നമുക്ക് സോഫ്റ്റ് ടച്ച് എന്ന് പറയുന്നത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ. നമുക്ക് ഡോർ ഹാൻഡിൽ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type-C ചാർജിങ് പോർട്ടുകളാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. വലിപ്പമുള്ള ബാക്ക് സീറ്റാണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്ററിനേക്കാളും കൂടുതൽ ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. കാലെല്ലാം അകത്തേറ്റ് വെച്ച് സുഖമായിട്ടിരിക്കാം. കുറച്ചും കൂടി തൈ സപ്പോർട്ട് തരുന്ന സീറ്റുകളാണ് വെന്യൂവിൽ കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സെൻറ്റർ മൗണ്ടറായിട്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ബാക്കിലേക്ക് പാർസൽ ട്രേ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. ഈ 2 വാഹനങ്ങളുടെയും സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ അവിടെ വെന്യൂ ശരിക്കും സ്കോർ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വെന്യൂവിന് ലഭിച്ചിരിക്കുന്നത്. അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും ലഭിച്ചിട്ടുണ്ട്. സെഗ്മെൻറ്റിലെ സേഫസ്റ്റ് കാർന്ന് ഇപ്പോൾ നമുക്ക് വെന്യൂവിനെ വിളിക്കാം. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സായ ABS CBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് വെന്യൂവിൻ്റെ ബേസ് വേരിയൻ്റോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിന് ഭാരത് ക്രാഷസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു 4 സ്റ്റാർക്ക് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് വെന്യൂവിലേക്ക് നമുക്ക് കയറുന്ന സമയത്ത് ഫീൽ ചെയ്യും. ഇറ്റ് ഈസ് എ സ്ട്രോങ് കാറായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. എക്സ്റ്റർ അത്രയും നമുക്ക് അങ്ങോട്ട് പോരാ. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അഡീഷണലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡാഷ് ക്യാം ഇതിനകത്ത് അഡീഷണലി കൊടുത്തിട്ടുണ്ട്. റെക്കോർഡിങ്ങോടുകൂടി ഡാഷ് ക്യാമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ലൈക്ക് 6 എയർ ബാഗ്, ABS CBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം കോമൺ ആയിട്ടാണ് വരുന്നത്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ അവിടെയാണ് ഈ വാഹനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള റീസൺ. കാരണം ഈ 2 വാഹനങ്ങളിലും ഹ്യൂണ്ടായുടെ 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആണ് കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 82 HP പവറും 113 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് 2 വാഹനങ്ങളിലും വരുന്നത്. മൈലേജിലേക്ക് വരുമ്പോൾ വെന്യൂവിൽ 17.9 ക്ലെയിം ചെയ്യുന്ന മൈലേജ്. എക്സ്ട്രയിലേക്ക് വരുമ്പോൾ അത് 19.2 ആണ്.
കാരണം തീർച്ചയായിട്ടും വെന്യൂ വലിപ്പമുള്ള വലിയ വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു മൈലേജ് കുറവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ റിയൽ ലൈഫിൽ നമുക്കൊരു 14 വരെയൊക്കെ വെന്യൂവിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15-16 ആയിരിക്കും മൈലേജ് ലഭിക്കാം. പക്ഷേ എക്സ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിൽ 1.2 നമുക്കൊരു AMT ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്ററിൽ AMT മാത്രമേ വരുന്നുള്ളൂ, വേറൊരു ഓട്ടോമാറ്റിക് ഓപ്ഷനും വരുന്നില്ല. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന HS6 AMT വേരിയൻ്റ് ആണ്. വെന്യൂലാണെങ്കിൽ 1.2 പെട്രോൾ എഞ്ചിനിൽ നമുക്ക് മാനുവൽ മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഐദർ നിങ്ങൾ 1 ലിറ്റർ ടർബോ എടുക്കണം, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിലേക്ക് പോകണം. ഈ വാഹനങ്ങളുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ വെന്യൂവിൻ്റെ ബേസ് വേരിയൻ്റ് HX2 1.2 പെട്രോൾ എഞ്ചിനുള്ള ബേസ് വേരിയൻറ്റിന് 9,36,000 രൂപയാണ് പ്രൈസ്. 1 ലിറ്റർ ടർബോ പെട്രോൾ ആണെങ്കിൽ 10,34. ഓക്കെ, എക്സ്റ്ററിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ HS6 വേരിയൻറ്റിന് 9,30,000 രൂപയാണ് അതിൻ്റെ മാനുവൽ വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് ഈ HS6 വേരിയൻറ്റിൻ്റെ സെയിം പ്രൈസിന് നിങ്ങൾക്ക് വെന്യൂവിൻ്റെ HX2 ബേസ് വേരിയൻറ്റ് വാങ്ങാം. ആ ബേസ് വേരിയൻ്റ് ആണെങ്കിലും അത്യാവശ്യം ഫീച്ചർ ലോഡായിട്ടുള്ള വേരിയൻ്റ് ആയിട്ടാണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട സെയിം ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും തന്നെയാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. സ്റ്റിയറിംഗ് മെൻഡർ കൺട്രോൾസ് വരുന്നുണ്ട്, നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ വാഹനത്തിലേക്ക് വരുന്നുണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിലൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി ആ വാഹനം എടുത്തിട്ട് ഒരു 40,000 രൂപയുടെ ആക്സസറീസ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിൻ്റെ ലുക്ക് അല്ലെങ്കിൽ ഒരു മിഡ് വേരിയൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് റൂഫ് റൈൽസ് ചെയ്യുക, ബാക്കിൽ സ്പോയിലർ വേണമെങ്കിൽ അഡീഷണലി അത് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഇൻറ്റീരിയറിലേക്ക് വന്ന സീറ്റ് കവേഴ്സ്, ബാക്കിലെ പാഴ്സൽ ട്രേ, അങ്ങനത്തെ ആഡ് ഓൺ ഫീച്ചേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് എക്സ്റ്ററിനേക്കാളും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള വാഹനം വേണമെങ്കിൽ വെന്യൂവിൻ്റെ ടർബോ പെട്രോളിലേക്ക് പോകും. അതിന് 1 ലക്ഷം രൂപ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ബേസ് ടർബോ പെട്രോൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇനി എക്സ്റ്ററിൻ്റെ HS6 AMT ആണെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം 10 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സ്റ്ററിൻ്റെ നെക്സ്റ്റ് വേരിയൻ്റ് HX8 മാനുവലിന് 9,78,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,60 വരുന്നത്. എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 11 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. വെന്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് HX4 10,51,000 രൂപയാണ് മാനുവലിന് ഓൺ റോഡ് പ്രൈസ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത HX5 വേരിയൻറ്റിന് 11,14,000 രൂപ 1.2 പെട്രോൾ എഞ്ചിനും ടർബോ പെട്രോളിന് 11,49,000 രൂപയും ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12,98 പ്രൈസ് വരുന്നത്. അപ്പോൾ എക്സ്റ്ററിനേക്കാളും 1 ലക്ഷം രൂപയും കൂടി കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് തരുന്ന വെന്യൂ അവൈലബിൾ ആണ്. നിങ്ങൾ മാനുവലാണ് നോക്കുന്നത് എങ്കിൽ 1.2 പെട്രോൾ എഞ്ചിനാണ് രണ്ട് വാഹനങ്ങളിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വെന്യൂവും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതെങ്കിൽ 12,98 മിനിമം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് നിങ്ങൾക്ക് 11 ലക്ഷം രൂപയ്ക്ക് വാങ്ങാം. അതായത് എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡിനേക്കാളും 2 ലക്ഷം രൂപ കൂടുതലാണ് നമ്മളെ കണ്ട ഫീച്ചേഴ്സ് തരുന്ന വെന്യൂവിൻ്റെ HX5 ഓട്ടോമാറ്റിക് വേരിയൻറ്റിന്. പക്ഷേ പവർ ഡിഫറൻ്റ് ആണ്. കാര്യം അത് 1 ലിറ്റർ ടർബോ ആണ്, ഇത് 1.2 AMT ആണ്. എൻ്റർലി ഡിഫറെൻറ്റ് വാഹനമാണ്. പക്ഷേ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 2 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു 1.2 പെട്രോൾ എഞ്ചിനാണ് നോക്കുന്നത്, അതിനകത്ത് ഓട്ടോമാറ്റിക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ബെസ്റ്റ് വേരിയൻറ്റ് എക്സ്റ്ററാണ്. സിറ്റിയിലൊക്കെ കൊണ്ടുനടക്കാൻ വളരെ രസമുള്ളൊരു വാഹനം. സിറ്റിയും ലോങ് ഡ്രൈവും ഒരേപോലെ യൂസ് ചെയ്യാം. ലേഡീസിനും ഒരേപോലെ കൺസിഡർ ചെയ്യാവുന്ന ചെറിയൊരു ഒതുങ്ങിയ വാഹനമാണ് ശരിക്കും നമ്മുടെ എക്സ്റ്റർ. അതല്ല നിങ്ങൾക്ക് 1.2 പെട്രോൾ എഞ്ചിൻ തന്നെയാണ് നോക്കുന്നത്, നിങ്ങൾക്ക് സിറ്റി റൈഡാണ് കൂടുതൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള വലിയൊരു SUV ലുക്കുള്ള ഒരു വാഹനം വേണമെങ്കിൽ, മാനുവലാണ് നോക്കുന്നതെങ്കിൽ വെന്യൂവും കൂടി കൺസിഡർ ചെയ്ത് നോക്കുക. വെന്യൂ കൂടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കുന്നവർക്ക് 1.2 പെട്രോൾ എഞ്ചിൻ മതി, സിറ്റി ഓട്ടമാണ് കൂടുതൽ, വല്ലപ്പോഴും ഹൈവേ ഓട്ടം, മാനുവൽ മതി എങ്കിൽ എക്സ്റ്ററിനേക്കാൾ എന്തുകൊണ്ടും ബെസ്റ്റ് ആയിരിക്കും വെന്യൂവിൻ്റെ ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റുകൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.